24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി എന്ന നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാനാവില്ലെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ 24നോട്. ആരോപണം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥിയായ കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. 24ന്റെ ഗ്രൗണ്ട് സീറോയിലായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. സ്വർണ്ണക്കൊള്ള പറഞ്ഞ് ആ കള്ളം പ്രചരിപ്പിച്ച് 10 വോട്ട് തട്ടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇത് അന്വേഷിക്കുന്നത് വളരെ നിഷ്പക്ഷമായ തരത്തിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ദേവസ്വം മന്ത്രിക്ക് ഇനി ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഞാൻ പറയും. ഞാൻ ആ കാലത്ത് മന്ത്രിയായിരുന്നു. അതിനു മുമ്പുള്ള മന്ത്രിമാരുടെ കാലത്തും അത് നടന്നിട്ടുണ്ട്, അതിനുശേഷവും നടന്നിട്ടുണ്ട്. ഞാൻ 100,000 ആളുകളുമായിട്ട് ചേർന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. ഒരു ഫോട്ടോ വെച്ചുകൊണ്ടൊക്കെ ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് അല്പത്തരമാണ്. വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ്. സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം കടകംപള്ളി സുരേന്ദ്രൻ എന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. ധാർമ്മിക ഉത്തരവാദിത്തം സംബന്ധിച്ച കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കരുത് എന്നാണ് കഴക്കൂട്ടത്തെ അദ്ദേഹത്തിന്റെ എതിരാളിയും NDA സ്ഥാനാർത്ഥിയുമായ വി മുരളീധരന്റെ പ്രതികരണം. ഗ്രൗണ്ട് സീറോയിൽ ഇന്ന് ഈ പ്രതികരണം അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് തനേഷ് തമ്പി തന്നെ ചേരുകയാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ ഈ നിർണായകമായ പ്രതികരണം ലഭിച്ചത് തനേഷ് തമ്പിയുടെ ചോദ്യത്തിനാണ്. തനേഷ് തമ്പി ചേരുകയാണ്. തനേഷ്, ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രതികരണമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വായിൽ നിന്ന് അറിയാതെങ്കിലും വീണുപോയെന്ന് വേണമെങ്കിൽ കരുതാം. വളച്ചു കെട്ടിയാണ് പറഞ്ഞതെങ്കിലും ആ അമ്പുകൾ തനിക്ക് നേരെ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് നേരെ CPM വരുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അത് ഏറ്റുപിടിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇന്ന് പുറത്തുവിട്ട ആ പ്രതികരണത്തിന് പിന്നാലെ UDFന്റെയും ഒപ്പം തന്നെ BJPയുടെയും പ്രതികരണങ്ങളും കൂടി വരികയാണ്. ഗോകുൽ, NDAയും അതുപോലെ തന്നെ UDFും കഴക്കൂട്ടം മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി മുന്നോട്ട് വയ്ക്കുന്നത് സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അത് കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള മൂർച്ചയേറിയ ആയുധമായി മണ്ഡലത്തിലുടനീളം പ്രചരിപ്പിക്കുന്നു. എന്തായാലും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായി കൈകഴുകി മാറി നിൽക്കുകയല്ല താൻ ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത് വളരെ നല്ല രീതിയിലാണ് SITയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേക അന്വേഷണ സംഘം വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ, അതായത് സ്വതന്ത്രവും നീതിപൂർവവുമായി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് കൈമാറുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സുതാര്യമായ അന്വേഷണമാണ്. അല്ലാതെ ആഭ്യന്തരമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും സംവിധാനങ്ങൾക്കോ അല്ല SIT മറുപടി പറയുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ കാര്യം പറയുന്നത്, ഈ തന്റെ കാലത്ത് ഇത്തരത്തിലുള്ളൊരു സ്വർണ്ണക്കൊള്ള ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന് കഴിയില്ല എന്നാണ് തന്റെ ഉത്തരം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇത് തന്റെ കാലത്ത് മാത്രമല്ല, തനിക്ക് മുൻപും തനിക്ക് ശേഷവും ഉള്ള മന്ത്രിസഭകളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മന്ത്രിമാരുടെ കീഴിലും ഈ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ പിന്നീടും അതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അത് തന്റെ മാത്രം ഒരു പ്രശ്നമായി ചുരുക്കി കാണാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. മറിച്ച് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. ഏതായാലും NDAയും അതുപോലെ തന്നെ UDFും ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞു. NDA സ്ഥാനാർത്ഥി വി മുരളീധരനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് MLA ആയി മത്സരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി തനേഷ്, എന്തായാലും ത്രികോണപ്പോര് നടക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. അവിടുത്തെ വോട്ടർ എന്ന നിലയിൽ എനിക്കത് പറയാൻ പറ്റും. അതിനേക്കാൾ അപ്പുറം CPMഉം BJPയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം എന്നതുകൂടി കഴക്കൂട്ടത്തിന്റെ ഒരു സവിശേഷതയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.